പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനാമിക എന്തെങ്കിലും കയ്യിലാക്കാനായിട്ട് പുതിയ പ്ലാൻ നെയ്യുന്നുണ്ട്. എന്നാ നന്ദു വേണുവിനെ കുറിച്ചും അനാമികയെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. നന്ദു ഇപ്പോ SI ആയതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരുപാട് കേസുകളെല്ലാം നമ്മുടെ വേണുവിന്റെ പേരിലുണ്ടെന്നൊക്കെ നന്ദു അറിയുന്നത്. ഈ വേണു ആരാണെന്ന് അറിയാനായിട്ട് വേണുവിന്റെ ഭൂതകാലത്തോട്ട് നന്ദു പോയി അന്വേഷിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു പണ്ട് വേണുവിന്റെ ബിസിനസ്സും കാര്യങ്ങളും എന്നൊക്കെ നന്ദു ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. കൂട്ടത്തില് അനി കൂടെ ചേരുന്നുണ്ട്. അനിക്കും ഇവൾ ആരാണെന്നും ഇവളുടെ അച്ഛന്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ അറിയണമായിരിക്കും. ഇതിനിടയില് ദേവയാനിയോട് നയന എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കും. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അനിയെ ഓർത്തിട്ടാണ് ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. കൂടാതെ അവൾക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലേ ഇനി എല്ലാവരോടും ഇക്കാര്യം പറയൂ എന്ന് നയനയും അതുപോലെ ദേവയാനിയും തീരുമാനിച്ചതാണ്. ഇനി അനന്തപുരിയില് ഇതുപോലൊരു ആപത്തുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അനാമികയുടെ ഓരോ കാര്യങ്ങളും ദേവയാനി അവൾ അറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് ആദർശും നയനയും കുറച്ച് സ്വർണ്ണാഭരണങ്ങളുമായിട്ട് വീട്ടിലോട്ട് വരുന്നത്. ഇത് കണ്ട് മുത്തശ്ശനും അതുപോലെ ദേവയാനിയൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേ, ഇന്നെന്താ ആഭരണങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? മുത്തശ്ശ, ഇത് നയന കളക്ഷൻസാ. ഇതിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു നയനയ്ക്ക്. ഇപ്പോൾ നയന കളക്ഷൻസിന്റെ മോഡൽ നയന തന്നെയല്ലേ, അതുകൊണ്ട് നാളെ ഇങ്ങോട്ടാ ഫോട്ടോ എടുക്കാൻ ആള് വരുന്നത്. അപ്പൊ പിന്നെ ഇതിങ്ങ എടുത്തതാ കുറച്ച് ആഭരണങ്ങള്, അതിട്ടിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. അതെന്തായാലും നന്നായി ആദർശേ. നയനാസ് കളക്ഷന്റെ എല്ലാ ക്രെഡിറ്റും നയന മോൾക്ക് തന്നെ കിട്ടണം. അത് ഏറ്റവും നല്ല കാര്യ. ഇത് കേട്ട് ജലജ പറയുന്നുണ്ട്, ഓ പിന്നെ ഇവള് വലിയ മോഡല്. അതച്ഛനെ മോഡൽസിനെ കാണാത്തോണ്ടാ. അവർക്കൊന്നും ഇല്ലാത്തതേ നയനമോൾക്കുണ്ട്, ഐശ്വര്യം. നീ നിന്റെ വായടച്ചൊന്ന് ഇരുന്നാ മതി എന്ന് ജലജയോട് മുത്തശ്ശൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അല്ല മുത്തശ്ശ, നയനയുടെ കളക്ഷൻസ് മുത്തശ്ശനും ബാക്കിയെല്ലാവർക്കും കാണണ്ടേ? അങ്ങനെ ബോക്സ് തുറക്കുന്നുണ്ട്. ദേവിയാനി നയനയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായി എടുത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും ഒക്കെ നോക്കുക. മോളെ, നന്നായിട്ടുണ്ട്. എന്ത് നല്ല ഭംഗിയാ ഓരോന്നും കാണാനായിട്ട്. വെറുതെ അല്ല നയനാസ് കളക്ഷനെ ഇത്ര ഡിമാൻഡ്. അതെ മുത്തശ്ശ, ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നതേ നയനാസ് കളക്ഷനാ. അതുകൊണ്ടിപ്പോ സ്റ്റോക്കൊന്നും ഉണ്ടാവാറില്ല. ഇത് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാ. എന്തായാലും നന്നായി, ഞങ്ങൾക്കിത് കാണാൻ പറ്റിയല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാ ജലജ ഇതൊന്നും നോക്കാതെ മാറി നിൽക്കുക, കൂട്ടത്തിൽ അനാമികയും. ഇത് കാണുമ്പോ ദേവയാനി പറയുന്നുണ്ട്, എന്താ ജലജെ, നിനക്ക് സ്വർണം കണ്ട ചാടി വീഴുന്നതാണല്ലോ. ഇതിപ്പോ എന്തു പറ്റി? ഇതൊന്ന് എടുത്തു നോക്ക്, കാണാൻ എങ്ങനെയുണ്ടെന്ന് നീ കൂടെ അഭിപ്രായം പറ. പിന്നെ ഇവള് കുറെ ഡിസൈൻസ് ഒക്കെ വരയ്ക്കും. എന്നിട്ടത് നോക്കി ആഹാ നല്ല ഭംഗിയെന്ന് പറയാനേ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇതാർക്ക് വേണേ വരയ്ക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് വാ. എന്നിട്ടേ ഇതുപോലെ ഒന്ന് വരച്ച് കാണിക്ക്. എന്നാ ഞാനേ നിനക്കിതൊന്നൊരു മാല അങ്ങ് തരാം എന്ന് മുത്തശ്ശി ജലജയോട് പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഡിസൈൻ വരച്ചിട്ടൊന്നും മാല വേണ്ട, പ്രത്യേകിച്ച് ഇവളിങ്ങനെ ഡിസൈൻ ചെയ്ത ഈ മാല. അനാമികയാണെങ്കിൽ ആ ബോക്സിലോട്ട് തന്നെയായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. അത്രയും ഉണ്ടായിരിക്കും ആഭരണങ്ങള്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നോക്കിക്കഴിഞ്ഞെങ്കിൽ എല്ലാം ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്ക്. നാളെ എപ്പോഴാ ഫോട്ടോഷൂട്ടിന് ആള് വരാ? നാളെ ഒരു 10-11 മണിയാവും. ആ സമയത്താ വരാന്ന് പറഞ്ഞത്. അപ്പോൾ ഓഫീസിലോട്ട് പോകുന്നില്ല? ഇത് കഴിഞ്ഞതിന് ശേഷം ഓഫീസിലോട്ട് പോകുന്നുള്ളൂ. നയനമോളെ, ഇതെല്ലാം കൊണ്ടുവയ്ക്ക് എന്നും പറഞ്ഞിട്ട് അത് കൊണ്ടുവയ്ക്കുകയാണ്. പിന്നീടായിട്ട് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നായിരിക്കും അനാമികയുടെ മനസ്സിൽ. ഇതിപ്പോ ഞാനതെന്ന് എടുത്താലും കുറ്റം മൊത്തം നയനയുടെ മേൽക്കിടാനേ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത് മോഷ്ടിക്കുക എന്ന് തീരുമാനിക്കാം. കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അച്ഛനോടും അമ്മയോടും ഒന്ന് പറഞ്ഞേക്കാം, അവർക്കൂടെ സന്തോഷായിക്കോട്ടെ എന്നും പറഞ്ഞ് വേണുവിനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, ഒരു കാര്യം പറയാനാ ഞാനിപ്പോൾ വിളിച്ചത്. എന്താ മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമല്ല അച്ഛാ. ഇവിടെ ആ നയന എന്ന് പറയുന്നവള് അവള് ഡിസൈൻ ചെയ്ത കുറച്ച് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലോട്ടോ? ആ വീട്ടിലോട്ട്. അവളാത്രേ ഇപ്പൊ നയനാസ് കളക്ഷന്റെ മോഡല്. അതുകൊണ്ട് ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് നാളെ ഇങ്ങോട്ട് ആരൊക്കെയോ വരും. അതിനിടാനായിട്ടാ അത്രയും ആഭരണങ്ങള് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛാ, ഞാൻ കരുതുന്നത്
അത് നമുക്കങ്ങ് എടുത്താലോ? മോളെ, അത് വലിയ പ്രശ്നമായിരിക്കില്ലേ? ഇതിപ്പോ എല്ലാവരും കാണുക കൊണ്ടുവച്ച് അതിൽ നിന്ന് എന്തെങ്കിലും പോയാല് ഉറപ്പായിട്ടും അന്വേഷണം ഉണ്ടാവും. മോൾക്ക് അറിയുന്നതല്ലേ, ഇപ്പോ നന്ദുവാ സ്റ്റേഷൻ എസ് ഐ. അതുകൊണ്ട് നമ്മൾ പിടിക്കപ്പെട്ടാലേ പിന്നെ ഒരു നിമിഷം അനന്തപുരിയിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര നാളാന്ന് കരുതിയിട്ടാ ഇങ്ങനെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ഇതിപ്പോ ആവശ്യത്തിൽ കൂടുതൽ സ്വർണങ്ങളുണ്ട്. ഇപ്പത്തെ സ്വർണ്ണവില അച്ഛൻ അറിയുന്നതല്ലേ? അച്ഛാ, ഇത് പറ്റിയ അവസരം. ഞാനൊന്ന് പ്ലാൻ ചെയ്താലോ? മോളെ, പിടിക്കപ്പെടാതെ മോൾ എന്ത് വേണേ പ്ലാൻ ചെയ്തോ. പിന്നെ കിട്ടുന്നത് അച്ഛന് തന്നെ കൊണ്ടുതരണം. അച്ഛൻ്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് എടുത്താല് എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്തു വെക്കുകയെന്ന്. ഇവിടുന്ന് ഒരു തരി സ്വർണം കിട്ടിയാലും അത് ഞാൻ കൊണ്ടുതരുന്നത് അച്ഛനല്ലേ, അച്ഛൻ്റെ കടം വീട്ടാനായിട്ട്. അതച്ഛനറിയാം. എന്നാലും അച്ഛനൊന്ന് ഓർമ്മിപ്പിച്ചതാ. മോളെ, ശ്രദ്ധിച്ചു വേണം. അച്ഛൻ പറഞ്ഞതേ മറക്കണ്ട എന്നിങ്ങനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വേണു. എന്നാ ഇതെല്ലാം നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ടായിരിക്കും. എടി ഭയങ്കരി, അപ്പോ നീ ആ സ്വർണ്ണാഭരണങ്ങള് മോഷ്ടിക്കാനാണല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? അതും എൻ്റെ നയനമൂല ഡിസൈൻ ചെയ്ത നയനാസ് കളക്ഷൻസ്. അത് നിനക്ക് ഒരിക്കലും കിട്ടില്ലടി. ഞാൻ നിനക്കേ പണി വെച്ചിട്ടുണ്ട്, തരാം എന്ന് ദേവയാനി തീരുമാനിക്കുക. അങ്ങനെ ഇക്കാര്യം നയനയോട് പറയുന്നുണ്ട്. നയനെ, ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് അനാമിക. അമ്മേ, ആ കുട്ടി എന്താ ഇങ്ങനെ? എത്ര പഠിച്ചാലും ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇനി ചെയ്യുക? എന്തായാലും സ്വർണ്ണാഭരണങ്ങൾ അവളെ എടുക്കട്ടെ. പക്ഷേ എടുക്കാൻ പോകുന്നത് ഒറിജിനൽ സ്വർണ്ണമായിരിക്കില്ല, മുക്കുബണ്ടമായിരിക്കും. അവളും അവൾ അച്ഛനും പോലീസിന്റെ പിടിയിലാവണം. നന്ദുവാണല്ലോ എസ് ഐ, അവൾ പിന്നെ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളെല്ലാം. 4 കിട്ടിയാലേ ഇവറ്റകൾക്കൊക്കെ ബുദ്ധി വരുള്ളൂ. അതുകൊണ്ട് മോള് വേറൊന്നും പറയണ്ട. അമ്മേ, വേണോ അമ്മേ? ഇതൊക്കെ അനി അറിഞ്ഞാല് അവനത് സഹിക്കാൻ പറ്റുമോ അമ്മേ? അതുമാത്രമല്ല, ഇപ്പോഴും അനാമിക ഈ വീട്ടിലെ മരുമകളാ. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാല് അനന്തപുരിക്ക അതിൻ്റെ എല്ലാം നാണക്കെടും. അതൊക്കെ എനിക്കറിയാം മോളെ. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും അനാമികയെ വെറുതെ വിടുക. പക്ഷേ അവൾ അച്ഛനെയും അമ്മയെയും ഒരു പാഠം പഠിപ്പിക്കണം. മകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അവർക്കാ ആദ്യം കൊടുക്കണ്ടേ എന്ന് ദേവയാനി തീരുമാനിക്കുക. അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മാറ്റി ആ ബോക്സിൽ മുക്കുവണ്ടങ്ങൾ നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ അനാമികയ്ക്ക് ഒരവസരം ദേവയാനി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അനാമികയുടെ മുൻപിൽ വെച്ച് ആദർശൻ്റെ അടുത്ത് ദേവയാനി പറയുന്നുണ്ട്, ദേ ആദർശേ, നിങ്ങളിപ്പോൾ എപ്പോഴും ഓഫീസ് എന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ. എപ്പോഴെങ്കിലും ഇവളെ കൂട്ടി നിനക്കൊന്ന് പുറത്തോട്ട് പൊക്കൂടെ? ഇന്ന് എന്തായാലും നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ. ഇന്ന് നേരത്തെ വന്നതല്ലേ, അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ഒന്ന് ട്രാവൽ ചെയ്തിങ്ങ് വാ എന്നും പറഞ്ഞ് ആദർശനെയും നയനയെയും പറഞ്ഞു വിടുന്നുണ്ട്. നയനയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ ആദർശൻ നയനയും പുറത്തോട്ട് പോവാ. ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. ഇത് തന്നെയാ പറ്റിയ അവസരം. അങ്ങനെ ആഭരണം എടുക്കാനായിട്ട് റൂമിലോട്ട് കയറുന്നുണ്ട്. റൂമിൽ നിന്ന് ആഭരണം എടുത്ത് സേഫായിട്ട് റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ അച്ഛനെ വിളിച്ച് വരുത്തുക ആഭരണങ്ങൾ കൊടുക്കാനായിട്ട്. അങ്ങനെ വേണുവിനെ വിളിച്ച് ആഭരണം കൈമാറുന്നു. ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ദേവയാനി. മോളെ, ഇതൊക്കെ സ്വർണ്ണമാണോ? ആ അച്ഛാ, ആരെങ്കിലും കാണുന്നതിന് മുൻപേ വേഗം പോവാൻ നോക്ക് എന്നും പറഞ്ഞ് വേണുവിനെ പറഞ്ഞു വിടുന്നുണ്ട്. കൊടുക്കടി, നിന്റെ അച്ഛന് കൊടുക്ക്. നാളെ അവനെ പോലീസ് സ്റ്റേഷനിലാ. വേണു അങ്ങനെ അത് വിൽക്കാനായിട്ട് പോവാണ്. അവിടെ എത്തുമ്പോഴായിരിക്കും അത് മുക്കുകൊണ്ടാണെന്ന് അറിയുന്നത്. അതറിയുന്നതോടുകൂടി പോലീസുകാരെ വിളിക്കുന്നുണ്ട്. നന്ദുവും മറ്റു പോലീസുകാരും വന്ന് വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതറിയുന്ന അനാമിക ആകെ കൂടെ അന്തളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോ അത് മൊത്തം മുക്കുകൊണ്ടായിരുന്നോ എന്നോർത്ത് അച്ഛനെ രക്ഷിക്കാനായിട്ട് അനാമിക രേവതിയെ കൂട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക. എന്തായാലും അനാമികയ്ക്കിട്ട് നല്ലൊരു പണിയാ ദേവയാനി കൊടുത്തത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബും ചെയ്തേക്കാം.